ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ലാച്ച, അംബ്രല്ല സ്കേർട്ട്, സൽവാർ, കുട്ടികളുടെ ഗൗണ് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ താഴെ സൈഡിലായിട്ട് എക്സ്ട്രാ ഒരു പീസ് ജോയിൻ ചെയ്ത് കണ്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് സൽവാറൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഒരു സൈഡിലേക്ക് തുണി തികയാതെ വരും. ആ പീസ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് ജോയിൻ ചെയ്തെടുക്കേണ്ടതെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ തുണി കോണായിട്ട് മടക്കിയിട്ട് സാധാരണ മാർക്ക് ചെയ്യാറുള്ള പോലെ തന്നെ ചെസ്റ്റ്, ആം ഹോള്, വേസ്റ്റ് റൗണ്ട്, ബോട്ടം റൗണ്ട്, ഫുൾ ലെങ്ത്ത് ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും സ്ക്രീനിലും വെക്കാം, കണ്ടു നോക്കാം കേട്ടോ. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ, താഴത്തെ ഈ പീസിൻ്റെ ഒപ്പം മുകളിലുള്ള ഈ 2 പീസ് ലെങ്ത്ത് ഒപ്പം എത്തണില്ല. അപ്പോൾ ആ ഭാഗത്തേക്ക് നമുക്ക് പീസ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൽവാറിൻ്റെ ലെങ്ത്ത് താഴെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തില്ലേ, എന്നിട്ട് ബാക്കി വന്ന ആ പീസ് ഉണ്ടല്ലോ, ആ പീസ് എടുത്തിട്ട് അതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വശം ഉണ്ടല്ലോ, ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വശം, റൗണ്ട് ഷേപ്പിലുള്ള വശമല്ല, സ്ട്രെയിറ്റ് ആയിട്ടുള്ള വശം എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം ഒന്ന് വെച്ച് കൊടുത്തിട്ട് പിൻ ചെയ്ത് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമുക്ക് ജോർജറ്റിൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ നിഴലടിച്ച് കാണാം ഉണ്ടാ. അപ്പോൾ ആ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് ചെയ്യുമ്പോൾ ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ തുണി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ട് അളവിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ നമ്മൾ പിൻ ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് തയ്യൽ തുമ്പ് കയറ്റി വെച്ചിട്ട് വേണം പിൻ ചെയ്യാൻ. അപ്പോൾ നമുക്ക് മറ്റേ സൈഡിൽ ജോയിൻ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ആവശ്യത്തിനുള്ള ലെങ്ത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 പീസ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കണം, ഒരെണ്ണം ഫ്രണ്ടിലേക്കും ഒരെണ്ണം ബാക്കിലേക്കുമായിട്ട്. അങ്ങനെ ആ ജോയിൻ ചെയ്യുന്ന പീസ് ഒരു സൈഡിലേക്കായിട്ടാണ്, ചുരിദാറിൻ്റെ ഒരു സൈഡിലേക്കായിട്ടാണ് വരുള്ളൂ. മറ്റേ സൈഡിൽ നമുക്ക് ജോയിനിങ് വേണ്ടി വരില്ല, നമുക്ക് കട്ട് ചെയ്യുമ്പോൾ തന്നെ ആവശ്യത്തിന് ലെങ്ത്ത് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ നിഴലടിക്കണ തുണി ആയതുകൊണ്ട് നമുക്ക് വേണ്ട പീസിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കാണാനും നമുക്ക് ആ അളവിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റി. ഇനി നമുക്ക് നിഴലടിക്കാത്തൊരു തുണിയിലും കൂടിയും ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഞാനിതിൻ്റെ ലൈനിങ് ക്രേപ്പ് മെറ്റീരിയലിൽ കട്ട് ചെയ്തെടുത്തത് കാണിക്കാം. ലൈനിങ് ഞാൻ അംബ്രല്ല കട്ടിൽ തന്നെയാണ് ചെയ്തെടുത്തത്, നമുക്ക് കൂടുതൽ ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ട് അതാണ് നല്ലത്. അപ്പോൾ തുണി നമ്മൾ കോണായിട്ട് മടക്കിയിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പീസിൻ്റെ മുകളിൽ വെച്ചിട്ട് നമുക്കൊന്ന് ലൈനിങ് കൂടി കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ലൈനിങ് പീസിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ലൈനിങ്ങിൻ്റെ കട്ടിങ് കൂടി കാണിച്ചത്. ക്രേപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിഴലടിച്ച് കാണില്ല. അപ്പോൾ ഇതിലും കണ്ടോ, നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഈ സൈഡിലേക്കുള്ള തുണിയുടെ ഇറക്കം നമുക്ക് ഒപ്പം എത്തണില്ല. നമ്മൾ അംബ്രല്ല കട്ട് ചെയ്യുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു പീസ് നമ്മൾ ജോയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ പീസിൽ ജോയിൻ ചെയ്യേണ്ട ഈ എക്സ്ട്രാ പീസിൻ്റെ വീതി ഒന്ന് കൂടുതൽ, ചിലതിൽ നല്ല വീതിക്ക് ജോയിൻ ചെയ്യേണ്ടി വരും, ചിലത് ചെറിയൊരു പീസ് ജോയിൻ ചെയ്താൽ മതിയാവും. അത് നമ്മൾ എന്തായാലും ടോപ്പിൻ്റെ ലെങ്ത്ത് അനുസരിച്ചിരിക്കും എത്ര വീതി വേണം, വീതി കൂടുതലുള്ള പീസ് ജോയിൻ ചെയ്യണോ അതോ കുറഞ്ഞ വീതിയിൽ നമുക്ക് ജോയിൻ ചെയ്താൽ മതി എന്നുള്ളത് നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് അനുസരിച്ചിട്ടിരിക്കും, സ്കേർട്ടിൻ്റെ ടോപ്പിൻ്റെയൊക്കെ ലെങ്ത്ത് അനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ഏപ്പ് വേണ്ടി വരും, അതായത് ജോയിനിങ് കേട്ടോ. നമ്മുടെ ലോക്കൽ ലാംഗ്വേജാണ് ഏപ്പ് എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ കൂട്ടിയെടുക്കുന്നതിന് ഏപ്പ് എന്നൊക്കെ പറയുമോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ടോപ്പിൻ്റെ ലെങ്ത്ത് നല്ല കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും ജോയിനിങ് ഇല്ലാണ്ട് തന്നെ ഫുൾ ലെങ്ത്ത് ഒറ്റ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ പീസ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ പിൻ ചെയ്യേണ്ടതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, രണ്ടിൻ്റെ നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വശം ഒരുമിച്ച് വെച്ചിട്ട് വെക്കുമ്പോൾ തയ്യൽ തുമ്പിന് വേണ്ട 3/4 ഇഞ്ച് കൂടി കയറ്റി ഒന്ന് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കണം. പക്ഷേ ഇതിൽ നമുക്ക് ഇനി താഴെ കട്ട് ചെയ്യേണ്ട പീസ് കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ തുണി ഇതുപോലെ ഇപ്പുറത്തേക്കൊന്ന് മറിച്ച് വെച്ച് കൊടുക്കുക. തുണി നമ്മൾ ഓൾറെഡി പിൻ ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് മറിച്ചിടുമ്പോൾ അത് വിട്ടു പോകില്ല. ഇപ്പോൾ നമുക്കിതുപോലെ ടോപ്പിൻ്റെ കട്ട് ചെയ്യേണ്ട ലെങ്ത്ത് എത്രയാണെന്ന് ആ ഷേപ്പ് കാണാൻ പറ്റും. സെയിം കളറായതുകൊണ്ട് വീഡിയോയിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഒന്ന് ഇതേപോലെ ഒന്ന് എക്സ്ട്രാ നിൽക്കുന്ന പീസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. ഇങ്ങനെ മറിച്ചിട്ടിട്ട് എക്സ്ട്രാ നിൽക്കുന്ന ഭാഗങ്ങളെല്ലാവരും നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ എക്സ്ട്രാ നിൽക്കുന്ന പീസുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് കറക്റ്റ് ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ കുറച്ചുകൂടി എക്സ്പെർട്ടൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കട്ട് ചെയ്യേണ്ട ഈ പീസ് ടോപ്പിൻ്റെ താഴത്ത് വെച്ച് കൊടുത്തിട്ട് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മളിപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു തന്നുള്ളൂ. തൽക്കാലം ഇപ്പോൾ ബിഗിനേഴ്സ് ഇങ്ങനെ തന്നെ ചെയ്ത് പഠിക്കാം.
ഈ തയ്യൽ തുമ്പ് അര to 3/4 ഇഞ്ച് നമ്മൾ കയറ്റി വെക്കാൻ പറയണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കയറ്റി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ 2 പീസും കൂടി ജോയിൻ ചെയ്തെടുക്കൂലേ, ജോയിൻ ചെയ്തെടുത്തിട്ട് നല്ല വശത്തേക്ക് മറിച്ചെടുക്കുമ്പോൾ അരയിഞ്ച് അല്ലെങ്കിൽ നമ്മൾ എത്ര തയ്യൽ തുമ്പ് എടുത്തോ അത്രയും നമ്മുടെ ലെങ്ത്ത് കുറഞ്ഞു പോകും. താഴത്തെ ഭാഗത്ത് തന്നെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ലെങ്ത്ത് ഒപ്പായിട്ട് വരില്ല. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒന്ന് ഇത്തിരി കയറ്റി വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇൻ കേസ് അങ്ങനെ ഒന്ന് കയറ്റിറക്കം ലെങ്ത്തിൽ വന്നെന്ന് വെച്ചിട്ട് നിങ്ങൾ ടെൻഷനൊന്നും ആവണ്ട. നിങ്ങൾക്ക് വേണ്ട നമ്മൾ രണ്ടും ഫ്രണ്ടും ബാക്കും കൂടി ഒരേ ലെങ്ത്തിലായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് വ്യത്യാസം വന്നുകൊണ്ടൊന്നും ടോപ്പിൻ്റെ ലെങ്ത്തിൽ വലിയ ഇഷ്യൂ ഒന്നും വരാൻ പോകുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ നിന്ന് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ജസ്റ്റ് മിസ്സായി, അതാണ് ഞാൻ സ്റ്റിച്ചിങ് പാർട്ട് കാണിക്കാത്തത്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ സാധാരണ വെട്ട് കഷ്ണങ്ങൾ ജോയിൻ ചെയ്തെടുക്കാറില്ലേ, അതേപോലെ തന്നെ കൂട്ടിയടിച്ചെടുത്താൽ മതി, അത്രയേ ഉള്ളൂ. ലൈനിങ്ങിൻ്റെ ആയാലും മെയിൻ ഫാബ്രിക്കിൻ്റെ ആയാലും തുണി ഇതേപോലെ മറിച്ച് വെച്ചിട്ട്, അതായത് നല്ല വശം തമ്മിൽ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഈ അറ്റം തുടങ്ങി മറ്റേ അറ്റം വരെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്തെടുക്കാം. എന്നിട്ട് ആ എക്സ്ട്രാ നിൽക്കുന്ന തയ്യൽ തുമ്പിൻ്റെ മുകളിൽ കൂടി നമുക്കൊന്ന് പതിച്ചും കൂടി അടിച്ചു കൊടുക്കാം. പിന്നെ ബാക്കിയൊക്കെ സെയിം തന്നെ, സൈഡ് കൂട്ടിയടിക്കൽ, കൈ സ്ലീവ് വെക്കൽ, നെക്ക് പിടിപ്പിക്കൽ, അതൊക്കെ സെയിം തന്നെ. ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് ജോയിനിങ് മാത്രം, എക്സ്ട്രാ പീസ് ജോയിൻ ചെയ്യണത് മാത്രമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത് ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. തീരെ അറിയാത്തവർക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കണം. ഇപ്പോൾ കണ്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരൊറ്റ സൈഡിൽ മാത്രമായിട്ടാണ് നമുക്ക് ഈ ജോയിനിങ് വരുന്നത്. മറ്റേ സൈഡിൽ നമുക്ക് ജോയിനിങ് ഒട്ടും തന്നെ ഇല്ലാതെ ഒറ്റ പീസായിട്ടായിരിക്കും. പിന്നെ ബിഗിനേഴ്സ് ചെയ്യാറുള്ള ഒരു കോമൺ മിസ്റ്റേക്കാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതേപോലെയൊക്കെയുള്ള ജോർജറ്റിൻ്റെ മെറ്റീരിയലൊക്കെ ആകുമ്പോൾ നല്ല വശവും ചീത്ത വശമൊക്കെ ഒരേപോലെ ഇരിക്കും, പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ അവർ ഈ പീസ് ടോപ്പിൽ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ നല്ല വശം ശ്രദ്ധിക്കാതെ സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ എന്താ ഉണ്ടാകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ ജോയിൻ ചെയ്തത് റൈറ്റ് സൈഡിലാണെങ്കിൽ ബാക്ക് പീസിൽ ജോയിൻ ചെയ്ത ഏപ്പ് നമ്മൾ ജോയിൻ ചെയ്തെന്ന് പറയില്ലേ, അത് ലെഫ്റ്റ് സൈഡിലേക്കായിരിക്കും. അതായത് ഒരെണ്ണത്തിൻ്റെ ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലാണെങ്കിൽ മറ്റേത് ലെഫ്റ്റ് സൈഡിലായിരിക്കും. അപ്പോൾ ടോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആയിട്ട് ജോയിനിങ് വരും. അങ്ങനെ അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്ന് ഞാൻ പ്രത്യേകം സൂചിപ്പിച്ചു എന്നുള്ളൂ കേട്ടോ. ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും സെയിം സൈഡിൽ തന്നെ വേണം 2 പീസും ജോയിൻ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോ ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കണം. മനസ്സിലായെങ്കിലൊന്ന് കമൻറ്റും ഷെയറും ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.